കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും വിമാനം വൈകുന്നു. കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് വൈകുന്നത്. സാങ്കേതിക തകരാറാണ് വിമാനം വൈകാൻ കാരണമാകുന്നത്. അതേസമയം ഇന്ന് പുലർച്ചെ ഷാർജയിലേക്ക് പോകേണ്ട വിമാനവും വൈകിയിരുന്നു. വിമാനത്താവളത്തിൽ ഇപ്പോൾ യാത്രക്കാരും പ്രതിഷേധം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വീണ്ടും വിമാനം വൈകിയ സംഭവം ഉണ്ടായത്. കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ് നിലവിൽ സാങ്കേതിക തകരാറ് കാരണം പോകാൻ കഴിയാതെ വൈകുന്നത്. രാവിലെ 8:30-ക്കായിരുന്നു ഈ വിമാനം ഇവിടെ നിന്നും യാത്ര തിരിക്കേണ്ടത്. പുലർച്ചെ ഷാർജയിലേക്ക് പോകേണ്ട മറ്റൊരു ഫ്ലൈറ്റും ഇത്തരത്തിൽ വൈകിയിരുന്നു. വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാർ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ നിലവിൽ 1 മണിക്കൂറിനുള്ളിൽ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു വിമാനം തയ്യാറാക്കി യാത്രക്കാരെ യാത്രയാക്കുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. 5 മണിയോടുകൂടി ഇത്തരത്തിൽ പോകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു പാസഞ്ചറിനെ വിളിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മറ്റൊരു വിമാനത്തിൽ കയറ്റി വിടാമെന്നുള്ള ഉറപ്പ് യാത്രക്കാർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം നിലവിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മറ്റൊരു വിമാനം, അതായത് ഷാർജയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരത്തിൽ വൈകിയിരുന്നു. പുലർച്ചെ 2:15-ന് പോകേണ്ട ഒരു വിമാനം പുറപ്പെടാൻ ഒരുങ്ങിയ സമയത്താണ് തകരാർ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കി മറ്റൊരു വിമാനം സജ്ജമാക്കി അവരെ യാത്രയാക്കിയിരുന്നു. തുടർന്ന് ഈ വിമാനം, അതായത് ഈ ഷാർജ വിമാനം തകരാറിൽ ആയിട്ടുള്ള വിമാനം നിലവിൽ അവിടെ തന്നെ ഉണ്ട്. എന്തായാലും നിലവിൽ മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവും സാങ്കേതിക തകരാറ് മൂലമാണ് യാത്ര ആരംഭിക്കാൻ കഴിയാതെ വൈകുന്നത്. മറ്റൊരു വിമാനം തയ്യാറാക്കി 1 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. രേഷ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലൊരു സാങ്കേതിക തകരാറാണ് ഈ വിമാനം വൈകാൻ കാരണമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും എന്താണ് ഈ ഒരു തകരാറെന്നോ അല്ലെങ്കിൽ ഈ ഒരു തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുന്നുണ്ടോ? അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അധികൃതർ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ സാങ്കേതിക തകരാറ് മൂലമാണ് ഇത്തരത്തിൽ വിമാനം യാത്ര തിരിക്കാൻ വൈകുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ മറ്റൊരു വിമാനം സജ്ജമാക്കി അവർക്ക് പോകാൻ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ സാങ്കേതിക തകരാറ് പരിഹരിച്ചുകൊണ്ടുള്ള മറ്റ് നടപടികളിലേക്കും കടക്കും. എന്തായാലും എന്താണ് ഈ സാങ്കേതിക തകരാർ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനം, ഇന്ന് രാവിലെ മറ്റൊരു വിമാനം കൂടി ഇത്തരത്തിൽ സാങ്കേതിക തകരാറ് മൂലം പോകാൻ വൈകിയ സാഹചര്യമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രക്കുറിപ്പോ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ യാത്രക്കാർക്ക് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.